തിരുവോണത്തോണി തയ്യാറാക്കുന്ന ചടങ്ങാണ് അവിടെ കാണുന്നത്. ഇത് പമ്പയാറിൻ്റെ തീരമാണ്. മുക്കന്നൂർ കടവ് തിരുവോണനാളിൽ തിരുവാറന്മുളയപ്പൻ്റെ സന്നിധിയിലേക്ക് പോകുന്ന തിരുവോണത്തോണിയാണ് കാണുന്നത്. അടുത്തുള്ള വ്യൂ ഞാൻ നിങ്ങളെ കാണിക്കാം, വരൂ. ഉണ്ടോ, തിരുവോണത്തോണി കാണാൻ ദൂരെ നിന്ന് പോലും ആൾക്കാരെത്തുന്നുണ്ട്. ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നും ദൂരെ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണ്. ഇവിടെ തിട്ടയിൽ ഇങ്ങനെ പാതയുണ്ട്. ഇങ്ങനെ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് തിരുവോണത്തോണി. പാണ്ഡവരിൽ മധ്യമനായ അർജുനൻ ഭഗവാൻ കൃഷ്ണന് സമർപ്പിച്ചതായി വിശ്വസിക്കുന്ന ദക്ഷിണ ഭാരതത്തിലെ പ്രധാനപ്പെട്ട വൈഷ്ണവ ക്ഷേത്രം ഏറ്റവും പുരാതനവും പ്രസിദ്ധമായിട്ടുള്ളതാണ്. ആറന്മുള ദേശത്തുണ്ടായിരുന്ന കാട്ടൂർ മലയിലെ കാരണവർ ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് ആറന്മുള ക്ഷേത്രത്തിൽ സദ്യ തയ്യാറാക്കി എത്തിച്ചിരുന്നു. ഇങ്ങനെ ആറന്മുള ക്ഷേത്രത്തിലേക്ക് തിരുവോണ സദ്യ എത്തിച്ച വഞ്ചിയാണ് പിന്നീട് പ്രസിദ്ധമായ തിരുവോണത്തോണിയായി അറിയപ്പെട്ടത്. ഇവിടെ ഒരു കുഞ്ഞു കാഴ്ചക്കാരി. അങ്ങോട്ട് നോക്കത്. ആൾക്കാർ ഇഷ്ടംപോലെ ഇങ്ങനെ വന്നെത്തിയിട്ടുണ്ട്. ഇത് കണ്ട തിരുവോണത്തോണിയാണ് ഈ കാണുന്നത്. ഞാനൊരു ക്ലോസപ്പിൽ ഒരു വ്യൂ കാണിക്കാം നിങ്ങൾ. ചിങ്ങമാസത്തിൽ തിരുവോണം അടുക്കുന്തോറും കരക്കാരുടെയൊക്കെ ഉത്സവമാണ് ഇതൊക്കെ. അതായത് തിരുവോണത്തോണി. അതിനു മുമ്പുള്ള വള്ളസദ്യ തുടർച്ചയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരൊക്കെ കരയിലൊക്കെ ഇരുന്ന് കാണുകയാണ്. കാഴ്ചക്കാരിപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. ആബാലവൃദ്ധം ജനങ്ങൾ ഇത് കാഴ്ചക്കാരായി ഇവിടെ എത്തും. കൊച്ചു കുഞ്ഞുങ്ങളിലേക്ക് നമ്മുടെ പൈതൃകം, നമ്മുടെ സംസ്കാരം പകർന്നു കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. കൊച്ചുകുട്ടികളെ വളരെ വളരെ ഉത്സാഹത്തോടെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ. ഇതുണ്ടോ ഈ തിട്ടയ്ക്ക് വന്നിരിക്കുന്നൊരു മോനെ ഇങ്ങോട്ട് നോക്കിയേ. ഇതുണ്ടോ, കണ്ടോ, എങ്ങനെയുണ്ടോ? നേരത്തെ കണ്ടിട്ടുണ്ടോ? എപ്പോഴും നേരത്തെ എപ്പോഴാണ് കണ്ടത്? അന്ന് എപ്പോഴാണ്? മുമ്പ് എപ്പോഴാന്ന് പറഞ്ഞു? കഴിഞ്ഞ വർഷവും. അപ്പോൾ അമ്മയുടെ കയ്യിലായിരുന്നായിരിക്കും അല്ലേ? തോളെ കയറിയിരുന്നാണോ കണ്ടത്? അപ്പോൾ ഈ തിരുവോണത്തോടിൽ അധികമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ ആറന്മുളയ്ക്ക് കിഴക്കുള്ള കാട്ടൂർ ഗ്രാമം, ഇത് അക്കരെയാണ് കാണുന്നത്. ഇക്കരെ ഇവിടെ ചെറുകോൽപ്പുഴ, ഇത് മുക്കന്നൂർ ഭാഗമാണ്, കരയാണ്. അക്കരെ ചെറുകോൽ, കാട്ടൂർ. തിരുവോണത്തോണി തിരുവാറന്മുളയപ്പന് സന്നിധിയിലെത്താനുള്ള തിരുവോണത്തോണി, കാട്ടൂരിലെത്തുന്ന കാഴ്ചകളുമായി പോകേണ്ട തോണി, ശ്രദ്ധയുമായി പോകേണ്ട തോണി ഇവിടെ ഒരുക്കത്തിലാണ്. തിരുവോണത്തോണിയെ ഒരുക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന ജനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളും പുരുഷന്മാരും ഒക്കെ ആയിട്ട് എല്ലാവരും കൂടി ഇവിടെ ഒരു ഭഗവാന് കൊടുക്കാനുള്ള നേർച്ച വഴിപാട്, അതായത് വെറ്റില, പാക്ക്, അങ്ങനെ പോയില്ല, ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളുമായിട്ട് ഒരു ഇലക്കകത്ത് അവിടെ കൊണ്ട് കൊടുക്കുന്നതാണ്. ഇപ്പം ഞാൻ കേട്ടല്ലോ പാടുന്നു. ആരാ പാടി? ഇതൊക്കെ വേണ്ട, അവിടെ നിന്ന്. ഇതിൻ്റെ ഇടയ്ക്ക് രസങ്ങളും സ്വറപ്പറച്ചിലുകളും കുട്ടികൾ രസമുണ്ട്. അവരോട് വർത്താനം പറയാം. അവിടെ ഇന്ന് ആറന്മുള സദ്യയുടെ വെള്ളപ്പാട്ടൊക്കെ പാടുന്നത് കേട്ടോ, പിടികൂടാന്ന് വിചാരിച്ചായിരുന്നേ. ആരാ പാട്ടുകാരൻ? പേര് പറ. അരുണേ, കൈപൊക്കിക്ക്. ആരാ അരുൺ? അരുൺ പാട്ടറിയാം. പിന്നെ തോണിപ്പാട്ടറിയാം. എവിടെ താമസിക്കുന്നത്? ഏത് കരയിൽ താമസിക്കുന്നത്? ഇക്കരെ ഏത് കരയില്ല? ചെറുകോലോ, ചെറുപ്പുഴ, മതാപ്പാറയെന്നാണ് വരുന്നത്. അന്ന് പിന്നെ ഇപ്പൊ പാട്ട് പാടിയല്ലോ. മോന്റെ പേരില്ല? എവിടാ താമസം? മുക്കന്നൂര്. പിന്നെ വള്ളപ്പാട്ട് അറിയത്തില്ല, അത് സദ്യപ്പാട്ട് അറിയത്തില്ല. നമ്മുടെ ആറന്മുള പാടി പഠിക്കണം. പിന്നല്ല അങ്ങനെ കളിയാക്കി പാടണ്ട, നല്ലപോലെ പാടി പഠിച്ചു, ഒരു കുഴപ്പമില്ല. മിമിക്രിയാണോ? പ്രൈസ് കിട്ടിയിട്ടുണ്ടോ? പ്രൈസ് കിട്ടണം അല്ലേ? പഠിക്കണം അല്ലേ? നിങ്ങൾ പഠിച്ചു മിമിക്രി ആവുന്നില്ല. പിള്ളേരൊക്കെ വിളിച്ച് സന്തോഷത്തിലാണ്. കണ്ടോ, കുട്ടികളൊക്കെ ഇതൊക്കെ കാണാനെത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സദാസമയം മുമ്പിൽ നോക്കിയിരിക്കാതെ അല്ലേ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണാൻ വരണം. അതാ വള്ളത്തിനടുത്ത് ധാരാളം ജനക്കൂട്ടമായി തുടങ്ങി, കൂടുതൽ പേര് എത്തി തുടങ്ങി. ഇപ്പം നമുക്ക് അടുത്തോട്ട് ക്ലോസപ്പിൽ പോയി നിന്ന് കണ്ടിച്ച് വരാം. ഈ ഒരു അരയന്നത്തോണി എന്നപ്പോലുള്ള ഈ തിരുവോണത്തോണി ഭംഗിയായിട്ടാണ് അത് കാണുന്നത്. ദൂരെ നിന്ന് തന്നെ അടുത്ത് പോയി ഒന്ന് കാണാം. എന്തായാലും ആറന്മുളയ്ക്ക് കിഴക്കുള്ള കാട്ടൂർ ഗ്രാമത്തിൽ മങ്ങാട്ട് മഠത്തിലെ ഭട്ടതിരി എല്ലാ തിരുവോണ നാളിലും വിഷ്ണു പൂജയുടെ ഭാഗമായി ഒരു ബ്രാഹ്മണനെ കാൽ കഴിച്ചൂട്ട് നടത്തി വന്നിരുന്നു. ഒരു വർഷം
ആ ഊണ് കഴിക്കാനായി ആരും എത്തിയില്ല. വർഷങ്ങളായുള്ള തൻ്റെ വ്രതം മുടങ്ങുന്നതിൽ ദുഃഖിതനായ ഭട്ടതിരി ആറന്മുള ഭഗവാനെ പ്രാർത്ഥിച്ചു ഓണനാളിൽ ഉപവസിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ തേജസ്വിയായ ഒരു ബാലൻ ഭട്ടതിരിയുടെ ആതിഥ്യം സ്വീകരിക്കാനെത്തി. അന്ന് കാൽ കഴുകി ചൂട്ട് നടന്നതിന് ശേഷം ബാലൻ അദ്ദേഹത്തോട് ഇനിയുള്ള കാലം ഓണത്തിനുള്ള വിഭവങ്ങൾ തയ്യാറാക്കി ആറന്മുളയിൽ എത്തിച്ചാൽ മതിയെന്ന് പറഞ്ഞാണ് പോയത്. അന്ന് രാത്രി സ്വപ്ന ദർശനത്തിൽ വന്നത് സാക്ഷാൽ ആറന്മുള ഭഗവാനായിരുന്നുവെന്ന് മനസ്സിലാക്കിയ മങ്ങാട്ട് ഭട്ടതിരി പിറ്റേ വർഷം മുതൽ ഓണസദ്യക്കുള്ള വിഭവങ്ങൾ ഒരു തോണിയിൽ നിറച്ച് തിരുവോണ പുലർച്ചയിൽ ആറന്മുള ക്ഷേത്രക്കടവിൽ എത്തിച്ചു തുടങ്ങി. നീന്തലറിയാം നീന്തലറിയാം അറിയാം കാര്യമായിട്ട് തോർത്തൊക്കെ ഈ പുതുതലമുറയുടെ ആവേശമാണ് ഇതിൽ കാണാൻ നമുക്കുള്ളത്. അത് തുടർന്നുകൊണ്ട് പൊക്കോണ്ടേ ഇരിക്കട്ടെ. അങ്ങനെ അതാണ് ഇതിൻ്റെ ഐതിഹ്യം. ഇങ്ങനെ വർഷങ്ങൾ കടന്നു പോവുകയും അദ്ദേഹത്തിൻ്റെ പിൻതലമുറകളും ഈ ആചാരം ഭംഗിയായി നടത്തിക്കൊണ്ടുപോകുന്നു. ഈ കുട്ടികളുടെയും എല്ലാവരുടെയും ആവേശം കാണുമ്പോൾ ഞാനും കൂടി അങ്ങോട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങി തോണിയുടെ അടുത്തേക്ക് പോവുകയാണ്. വരൂ, നമുക്ക് അടുത്ത് നിന്നുള്ള ക്ലോസപ്പ് വ്യൂസൊക്കെ കാണാം. ഇതിനോട് അനുബന്ധിച്ചുള്ള മറ്റ് പരിപാടികൾ എന്താണെന്ന് ചോദിച്ചറിയാം. ഒക്കെ മുതിർന്നവരോട് തന്നെ ചോദിച്ച് അറിയിക്കണം. കാരണം അവർ ഇത് വർഷങ്ങളായി നടത്തിപ്പോരുന്ന ആചാരങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. കാര്യക്രമങ്ങളൊക്കെ എന്താണെന്ന് അവർ തന്നെ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് തോണി അടുത്ത് നിന്ന് ഒന്നുകൂടി കാണാം. ഇവിടെയൊക്കെ കൂട്ട് ഏകദേശം അടുത്തുള്ള കരകളിൽ അടുത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ അപ്പുറത്തൊരു ഇട്ടിട്ടുള്ളത് എന്താണെന്ന് ക്ലോസപ്പിൽ പോയി നോക്കിക്കളയാതെ. അപ്പോൾ ഈ തിരുവോണത്തോണിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കുറച്ച് പേരോടുകൂടി ചോദിച്ചറിയണം. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാം എന്താണെന്നുള്ളത്. മുന്നോട്ട് പോകാം, വീഡിയോ കാണുക. പാട്ടുകളൊക്കെ പാടുന്നില്ല, അവർ വെറുതെ നിൽക്കുകയാണ്. ഒരു ആവേശം ജനങ്ങൾക്ക് എന്തോ കണ്ടോ പരിപാടിയൊക്കെ കണ്ടോ? മുക്കന്നൂർ അമ്പലത്തിലെ പ്രസിഡന്റാണ് കമ്മിറ്റിയുടെ. അതെ അതെ, നമ്മുടെ കാര്യങ്ങളുടെ പ്രസിഡന്റാണ്. പേര് പറഞ്ഞു. എൻ്റെ പേര് വിജയകുമാർ. ചേർന്നുള്ള മൂക്കന്നൂർ ഇവിടെ കരയിലെ മഹാദേവ ക്ഷേത്രത്തിലെ കമ്മിറ്റി പ്രസിഡന്റാണ്. പുറത്തോട്ട് നീങ്ങി അവിടെ ഒരു വലിയ തോണി കിടപ്പുണ്ട്. അതായത് പള്ളിയോടം തന്നെയാണ്, കാട്ടൂർ പള്ളിയോടം തന്നെയാണെന്ന് തോന്നുന്നു. അപ്പുറത്ത് കിടപ്പുണ്ട്. ക്ലീനിങ് ഒക്കെ നടക്കുന്നുണ്ട്. എന്താ പരിപാടി എന്ന് നോക്കാം. ഇതൊക്കെ ധാരാളം ഈ പമ്പയാറിൻ്റെ ഓരോ തീരങ്ങളിലും അടുത്തടുത്ത സ്ഥലങ്ങളിലൊക്കെ ആറന്മുള പള്ളിയോടങ്ങൾ ഇങ്ങനെ സൈഡിൽ ബോർഡിൽ ഇങ്ങനെ കിടക്കുന്ന നമുക്ക് കാണാവുന്ന കാഴ്ചയാണ്. ഇവിടെ ഇതല്ലേ ഇതേത് വെള്ളമാണ്? നമ്മുടെ കാട്ടുവെള്ളം എന്താ ഇവിടെ കിടക്കുന്നത്? ഇവരൊക്കെ എൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ഞാനും എൻ്റെ അടുത്ത്. ഇപ്പോൾ അവർ പറഞ്ഞ ആ കാട്ടുവെള്ളം തന്നെയാണ് മുമ്പ് പറഞ്ഞ പോലെ. അടുത്ത് പോയി നമുക്ക് അവിടെ ആൾക്കാരോട് ചോദിക്കാം. കാട്ടൂർ വെള്ളമാണ്. ഈ വെള്ളത്തിൻ്റെ അകമ്പടിയോട് കൂടിയായിരിക്കാം ഒരു പക്ഷേ, അല്ലേ അല്ലേ ഏട്ടാ? ഈ വെള്ളത്തിൻ്റെ അകമ്പടിയോട് കൂടിയാണോ നമ്മുടെ ഈ വെള്ളം പോകുന്നത്? തോണി പോകുന്നത് വേറെ വെള്ളങ്ങളുണ്ട്. എത്ര വെള്ളങ്ങൾ കാണും ഉദ്ദേശം? 6-7 വെള്ളം ഈ കരയിൽ ഉള്ള ഇതെല്ലാം തയ്യാറായി പോകാനായിട്ട് ഇന്ന് വൈകിട്ട് പോകും. ആ കാട്ടൂർ വെള്ളം ഈ തോണി നന്നായി മിനുക്കി എടുത്തിട്ടുണ്ട്. കഴുകി വെടിപ്പാക്കി നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഇതുപോലെ വേറെ ഒരു 4-5 പള്ളിയോടങ്ങൾ ഒരുക്കത്തിലാണെന്ന് ഓർക്കണം. പല കരകളിലായിട്ട് ഈ നാളെ തിരുവോണത്തോണിയെ അകമ്പടി സേവിക്കാനായി പോകുവാനായിട്ട് അങ്ങനെ തകൃതിയായിട്ട് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞത് എല്ലാവരും നല്ല ആവശ്യത്തിലാണ്, സ്വലക്കാരുൾപ്പെടെ. പല വള്ളങ്ങളും എത്തിച്ചേരും. അവയിലൊന്ന് കാട്ടൂർ വള്ളത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. തോണി സന്ധ്യയ്ക്കാണ് പോകുന്നത്. സന്ധ്യക്ക് ഇവിടുത്തെ ദീപാരാധന ഇവിടെ പുതിയ അമ്പലത്തിൽ, കാട്ടൂർ അമ്പലത്തിൽ. കാട്ടൂർ അമ്പലത്തിൽ അവിടെ കാട്ടൂർ അമ്പലത്തിലെ ദീപാരാധന കഴിഞ്ഞാൽ തോണി പുറപ്പെടും. അതിനോടൊപ്പം തന്നെ അകമ്പടി സേവിച്ച് അവിടെ എഴുന്നള്ളിച്ച് നിർത്തിയ സമയത്ത് മഹാവിഷ്ണു ക്ഷേത്രമാണ്. സന്ധ്യയ്ക്ക് 7 മണി കഴിയും. 7 മണിയൊന്നുമല്ല, 6:15 പോകും. 6:15. ഈ ഓരോ സന്ധ്യയുടെ ഓരോ സമയത്തേ ഉണ്ടല്ലോ. അതനുസരിച്ച് കാട്ടൂർ അമ്പലത്തിൻ്റെ കടവാണ് കാണുന്നത്. ഒന്നുകൂടെ ക്ലോസപ്പിൽ ഞാൻ കാണിച്ചു തരാം. ഈ തിരുവോണത്തോണി അണിയിച്ചൊരുക്കി ഇത് ആ കടവിൽ നിന്നാണ് ദൂരെ കാണുന്ന അവിടെ നിന്നാണ് അപ്പുറത്ത് കാട്ടൂർ അമ്പലമുള്ളത്. അമ്പലത്തിൽ ഇത് ദീപാരാധനയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് പുറപ്പെടുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്. അപ്പം മുന്നോട്ടുള്ള വീഡിയോ കണ്ടു നോക്കാം. തിരുവോണത്തോണി കൂടാതെ അകമ്പടി സേവിക്കാനുള്ള പള്ളിയോടങ്ങൾ പോലും ഇത്ര വെടിപ്പാക്കി മിനുക്കി വളരെ ഭക്തിയാദരപൂർവ്വം അവർ ആ കർമ്മങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു.
അങ്ങനെ നമുക്ക് മുന്നോട്ട് നീങ്ങാം അടുത്ത കാഴ്ചകളിലേക്ക്. കാര്യമൊക്കെയാണ് എല്ലാവരൊക്കെ ആവേശത്തോടെ വെള്ളത്തിലോട്ട് ഇറങ്ങുകയാണ്. കാരണം ഇപ്പം മഴയില്ല, വലിയ ഒഴുക്കൊന്നുമില്ല. എല്ലാവരൊക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങളെയും കൊണ്ടുവരുന്ന രക്ഷകർത്താക്കളും നല്ല നിരീക്ഷണത്തിലാണ്. നല്ല കയ്യും കാലും ഒന്ന് കഴുകട്ടെന്ന് അല്ല പിന്നെ അല്ലേ ഇവിടെ മണ്ണ് വെള്ളം കാണുന്നു. ഇങ്ങോട്ട് വന്നേ ഉണ്ടോ? ഇവർക്കൊക്കെ കളിക്കാൻ സന്തോഷത്തിൻ്റെ സമയങ്ങളാണ്. ഇതൊക്കെ അവസരങ്ങളാണ്. നാളെ തിരുവോണമാണ്. തിരുവോണത്തിൻ്റെ തലേന്നാണ്. പിള്ളേരൊക്കെ അവധിയാണ്. ഇന്നലെ കൊണ്ട് സ്കൂളുകളിലെ കലാപരിപാടികളൊക്കെ അവസാനിച്ച് അവരൊക്കെ പിള്ളേരൊക്കെ ഇവിടെ വന്ന സന്തോഷത്തിന് കണ്ടൊരാൾ ഉണ്ടോ? ആളതിനകത്ത് ഇരുന്നിരുന്ന് തൊഴിൽ എന്തൊരു സന്തോഷമാണ് ഈ കുട്ടികൾക്കൊക്കെ. ഇങ്ങനെയൊക്കെയുള്ള ഈ അവസരങ്ങൾ പലർക്കും നഷ്ടമാകുന്നു. പട്ടണ പ്രദേശങ്ങളിലൊക്കെ അങ്ങനെ ഫ്ലാറ്റുകളിലൊക്കെ പോയി താമസിച്ചാൽ ഞങ്ങളൊക്കെ തന്നെ മുംബൈയിലൊക്കെ താമസിച്ച വർഷങ്ങൾ ഇതൊക്കെ അനുഭവിച്ചവരാണ്. കുട്ടികൾക്ക് ഇങ്ങനെ സ്വതന്ത്രമായി കളിക്കുവാനുള്ള ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. തിമിർപ്പിൻ്റെ അവസരങ്ങൾ സമയങ്ങൾ ഇതൊക്കെ മറ്റ് കേരള സംസ്ഥാനത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിൽ മറ്റൊരു രീതിയിലായിരിക്കും കാണുന്നതെന്ന് ഉള്ളൂ. പിന്നെ മറ്റ് പല ക്ഷേത്ര കലാപരിപാടികളും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ ഓണസമയത്ത് തിരുവോണ സമയത്ത് നടക്കാറുണ്ട്. ഇതിൻ്റെ ഭാഗമായി എല്ലാ വർഷവും ഇവിടെ കാട്ടൂരമ്പലത്തെ അക്കരെ കാട്ടൂരമ്പലത്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ തിരുവോണത്തോണി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ കാട്ടൂരമ്പലത്തിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങളെ ഞാൻ കാണിച്ചു. ഏകദേശം അപ്പുറത്തെ കടവാണത്. ദൂരെ ആ വ്യൂ കാണാം. ഏകദേശം അവിടെ ഒരു കുട്ടികൾ നല്ല സന്തോഷത്തിൽ ആവേശത്തിൽ കളിച്ച് ഇവിടെ തോണിക്ക് ഇത് നമ്മുടെ ക്ഷേത്രത്തിൽ ഇതല്ല, ഇത് വെറ്റ പോലെ കൊടുക്കുകയാണ് ഓരോ വ്യക്തികൾ കൊടുക്കുന്നത്. വെറ്റ പോലെ കൊടുക്കുക. വ്യക്തിയുടെ ഒരു നേർച്ച. ആവശ്യങ്ങളുണ്ട്. വെറ്റ പോലെ അത് നമുക്ക് കൊടുക്കാം. കരയിലുള്ള അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആകേണ്ട ആ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അതിനുള്ള ഭക്തജനങ്ങളാണ്. അതായത് ഭക്തിയാർപ്പാടപൂർവം വെറ്റ പോലെ നൈവേദ്യം അല്ലെങ്കിൽ ഭഗവാനെ നേദിക്കാനായി അനുഗ്രഹം ലഭിക്കുവാനായി കരക്കാർ ആവേശപൂർവ്വം കൊണ്ടുപോകുന്ന കാര്യം. ആറന്മുള ഭഗവാന് നേർച്ചയായി കൊടുക്കുവാനായി ഭക്തജനങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ വെറ്റ വാക്ക് ഒക്കെ ഇതിൽ ഇങ്ങനെ കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതിൽ അതിനായിട്ട് ആൾക്കാർ പോവുകയാണ് തോണിയുടെ അടുത്തേക്ക്. അപ്പോൾ ആറന്മുള തോണി ഇന്ന് സന്ധ്യയ്ക്ക് കാട്ടൂരമ്പലത്തിൻ്റെ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഇക്കരെ മുക്കന്നൂർ കരയിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇനി സന്ധ്യാനേരത്തെ കാഴ്ചകളാണ്. കാട്ടൂരമ്പലത്തിൽ നിന്ന് കടവിൽ നിന്ന് പുറപ്പെടുന്ന കാഴ്ചകൾ ഇനി ഉണ്ടാകും. ഒരു മണിക്കൂർ മുമ്പേ ഇവിടെ
കാട്ടൂർ വള്ളത്തിൻ്റെ ഈ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഈ വീഡിയോ ഇനിയും തുടരും. അപ്പോൾ ഈ വീഡിയോ അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. അതായത് കാട്ടൂർ വള്ളം ഇവിടെ നിന്ന് പുറപ്പെട്ട് ആറന്മുള എത്തുന്നത് വരെയുള്ള ചടങ്ങുകളുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കാഴ്ചക്കാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മുന്നോട്ട് വീഡിയോ കാണുക. വീണ്ടും കാണാം. നന്ദിയോടെ ഞാൻ മുംബൈ മലയാളി ജയപ്രകാശ്. തിരുവാറന്മുളയപ്പൻ്റെ സന്നിധിയിലേക്കുള്ള നേർച്ച വഴിപാടുകളുമായി പോകുന്ന തിരുവോണത്തോണിയുടെ അടുത്ത കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.